ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബോണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായെന്ന് തോന്നുന്നു. മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിരുന്നു. ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടുമാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചു വീഡിയോ എന്താ ഇടാത്തെ? അടുത്ത സ്റ്റോക്ക് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നമ്മുടെ മാർക്കറ്റ് വ്യൂ ഒന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് വ്യൂ നമ്മുടെ ഒരു എന്താ പറയുന്ന നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 23,912 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,120 120. ഓക്കെ, അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഭേദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, എന്റെ ഒരു ഗസ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് മാർക്കറ്റിനെ ഗസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് ഒരു 3-4 മാസത്തിനുള്ളിൽ ഒരു ഓൾ ടൈം ഹൈ പോയേക്കാം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ജനുവരി 23-ന് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി അതൊരു പോസിറ്റീവ് സെന്റിമെന്റ് ആയിട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് എന്റെ ഒരു 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 നിഗമനം എന്ന് പറയുന്നത്. അത് ശരിയാവണം എന്നില്ല, തെറ്റാവാം. പലതവണ തെറ്റാണെന്ന് മാർക്കറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിനോട് നമ്മൾ മത്സരിക്കാൻ പോയിട്ട് കാര്യമില്ല. നമ്മളുടെ നിഗമനങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ളത് നിഫ്റ്റി ഐ ടി വളരെ ബുള്ളിഷാണ്. നിഫ്റ്റി റിയാലിറ്റി വളരെ ബുള്ളിഷാണ്. അതുപോലെ തന്നെ PSU ബാങ്കുകളും, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി എനർജി ഇവ ഒരു മോഡറേറ്റ്ലി ബുള്ളിഷാണ്. നിഫ്റ്റി ഐ ടി ആണ് ഏറ്റവും ബുള്ളിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഓൾസോ. നിഫ്റ്റി ബാങ്കും തിരക്കേടില്ലാത്ത ഒരു ബുള്ളിഷ്നസ് കാണിക്കുന്നുണ്ട്, ഷോർട്ട് ടൈമിൽ ബുള്ളിഷ്നസ് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏകദേശം എന്റെ വീഡിയോസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറും ഇൻഷുറൻസ് അഡ്വൈസറുമാണെന്നുള്ള കാര്യം. അപ്പോ ഒത്തിരി അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സ്റ്റോക്സിൽ അഡ്വൈസ് തരാൻ സാധിക്കുമോ എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട്സിൽ ഓൾറെഡി അത്യാവശ്യം ഒത്തിരി ക്ലയൻസ് നമ്മൾക്കുണ്ട്. ഇൻഷുറൻസിലും നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, തുടക്കക്കാരായിട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് അറിയില്ല, അങ്ങനെ എന്നാൽ ഒരു ചെറിയ തുക വെച്ച് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമാണ്, അങ്ങനെ ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഈ കാണുന്നതാണ് എന്റെ മൊബൈൽ നമ്പർ. ധൈര്യമായിട്ട് വിളിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഒരു സർവീസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്, സ്റ്റോക്സിന്റെ അഡ്വൈസിന്റെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. എന്നിരുന്നാലും നമുക്ക് പ്രൂഡന്റ് കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു NSE രജിസ്റ്റേർഡ് സ്റ്റോക്ക് കമ്പനിയാണത്. ഓൾറെഡി ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ 935 പ്രൂഡന്റ് കോർപ്പറേറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന്റെ വില ഏകദേശം ഒരു 3000 ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഒരു 7-8 മാസം പോലും ആയിട്ടില്ല. അപ്പൊ ആ ഒരു കമ്പനിയായിട്ടാണ് ഞാൻ പാർട്ണർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സിന്റെ കേസിലാണെങ്കിലും, ഇൻഷുറൻസിന്റെ കേസിലാണെങ്കിലും, സ്റ്റോക്ക് അഡ്വൈസിന്റെ കേസിലാണെങ്കിലും. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ ഇൻഷുറൻസുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റോക്സ് അഡ്വൈസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാവും. സ്റ്റോക്ക് റെക്കമെൻഡ് ഞാൻ ചെയ്യില്ല, പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാവും. സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെറോദയിലും ICICI ഡയറക്റ്റും ഒക്കെ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്രൂഡന്റ് കോർപ്പറേറ്റിന്റെ ഫണ്ട്സ് ബസാർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ അതിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൾട്ടി ബാഗേഴ്സ് എല്ലാം ഓക്കെ നമുക്ക് അതിലും അവൈലബിൾ ആയിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ ഇൻഷുറൻസിന്റെയും മ്യൂച്വൽ ഫണ്ടിന്റെയും ഈ സ്റ്റോക്ക് അഡ്വൈസിന് നമ്മളുടെ കയ്യിൽ നിന്ന് സർവീസുകൾ എടുക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് ഒരു സ്റ്റോക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ താല്പര്യമുള്ളവര് ഈ പറയുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മണി ഓറിയന്റഡ് ആയിട്ടല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചകളിലും വീഡിയോ വരേണ്ടതായിരുന്നു. മാർക്കറ്റിൽ എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അപ്പോൾ മാത്രമേ നമ്മൾ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം. മറ്റൊരു മൾട്ടി ബാഗർ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ മൾട്ടി ബാഗറിന്റെ ഒരു പ്രത്യേകത, ഇത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള ഒരു മൾട്ടി ബാഗർ ആണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി NCC, ലാർസൻ ടുബ്രോ, അങ്ങനെയുള്ള RVNL അങ്ങനെയുള്ള ഒത്തിരി സ്റ്റോക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇനിയും എന്താണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു 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 മൾട്ടി ബാഗറിന് സാധ്യതയുണ്ടോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു കമ്പനി
നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ ആലോചിച്ചത്. ഈ കമ്പനിയുടെ പേര് വിഷ്ണു പ്രകാശ് ആർ പുംഗ്ലിയ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. 1986 ഈ കമ്പനി നിലവിൽ വന്നത്. 3860 കോടി രൂപ മാത്രമാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. വളരെ ചെറിയൊരു കമ്പനിയാണ്, സ്മോൾ ക്യാപ്പ് എന്ന് പറയാവുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും കുറച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സർവീസുകളെ പറ്റി ഞാൻ പറയാം. ഒന്നാമത്തെ സർവീസ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകളാണ്. ഓക്കെ, വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകൾ. രണ്ടാമത്തത് റെയിൽവേ പ്രോജക്റ്റുകൾ, ഹൈവേസ് ആൻഡ് ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾ, ടണലിംഗ്. ദേശീയപാതകളിലൊക്കെ നമുക്കറിയാം ടണലുകളുടെ ആവശ്യമുണ്ട്. ഡാമുകൾക്ക്, വാട്ടർ പ്രോജക്റ്റുകൾക്കൊക്കെ ടണലുകളുടെ ആവശ്യമുണ്ട്, ടണലിംഗ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സർവീസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് വെയർ ഹൗസസ്. ഓക്കെ, മാനുഫാക്ചറിംഗ് ഇതിന് വേണ്ടിയിട്ട് വെയർ ഹൗസുകൾ ഉണ്ടാക്കുക, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, സീവറേജ്, മലിനജലത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ മലിനജലം ഒഴുക്കി കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇതെല്ലാമാണ് ഇതിന്റെ സർവീസുകൾ എന്ന് പറയുന്നത്. 1986 ഈ കമ്പനി നിലവിൽ വരുന്നത്. ഈ കമ്പനി എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ കമ്പനിയിൽ ബുള്ളിഷ് ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഒരു പ്രധാനമന്ത്രിയുടെ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, അതിൽ പറയുന്നത് ഇന്ത്യയിലെ 2482 റെയിൽവേ സ്റ്റേഷനുകൾ അവർ പുതുക്കി പണിയാണ്. ഇന്ത്യൻ റെയിൽവേ പുതുക്കി പണിയാണ്. പുതുക്കി പണിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഒരു ആധുനികവൽക്കരിച്ച ഒരു മാതൃക നമ്മുടെ വെബ്സൈറ്റുകളിലെല്ലാം, നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു എയർപോർട്ടിന്റെ ഒരു മോഡലിൽ ആണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനെ അതിന്റെ ഒരു ഡിസൈൻ അവർ അവതരിപ്പിച്ചത്. നമ്മുടെ MP സുരേഷ് ഗോപി എല്ലാം ചേർന്നിട്ടാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ മാത്രമാണ് ഇപ്പോൾ ഒരു ഹൈലൈറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അത് മേ ബി സുരേഷ് ഗോപി MP ആയതുകൊണ്ടായിരിക്കാം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല, MP ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിൽ മാത്രം 32 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതുപോലെ വികസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പെടുത്തിയേക്കുന്നത്. അത് ഇന്ത്യ ഒട്ടാകെ 2482 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇങ്ങനെ വിപുലീകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഇവർ വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാറ്റ്ഫോം നവീകരിക്കുക, റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ഒരു എയർപോർട്ട് മോഡൽ, ഇന്റർനാഷണൽ മോഡൽ ആക്കുക, ബിസിനസ് മീറ്റിംഗുകൾ നടത്താനുള്ള ഹാളുകൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെ, ഒരു നഗരത്തിന്റെ ഒരു ഹൃദയമാക്കി ഒരു റെയിൽവേ സ്റ്റേഷനെ മാറ്റുക എന്നുള്ളത് ആണ് ഇതിന്റെ സ്കീം. അതുപോലെ തന്നെ സ്റ്റേഷന്റെ 2 എൻട്രൻസിലും എക്സിറ്റിലും നഗരത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡുകൾ, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ലിങ്കേജുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള അമ്യൂണിറ്റീസ്, പാസഞ്ചേഴ്സിനുള്ള വെയിറ്റിംഗ് ലോഞ്ചുകൾ. അപ്പൊ ഒരു എയർപോർട്ട്, ഒരു മിനി എയർപോർട്ടിന്റെ രീതിയിലുള്ള, നമുക്കറിയാം നമ്മുടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനും മുംബൈ റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാം ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ലെവലിൽ ആയി കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനുകൾ തന്നെ. അപ്പൊ ആ ഒരു മോഡലിലേക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഡെവലപ്മെന്റിനോട് കൂട്ടി വായിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ഈ വിഷ്ണുപ്രകാശ് പുംഗ്ലിയ എന്ന് പറയുന്ന കമ്പനികൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറുകളും ഈ സ്റ്റേഷൻ നവീകരണവുമായിട്ട്, ഉദയ്പൂർ സ്റ്റേഷന്റെ നവീകരണം, അതുപോലെ തന്നെ അംബാജി റെയിൽവേ സ്റ്റേഷൻ, അംബാജി അബു റെയിൽവേ സ്റ്റേഷൻ, രാജസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് തോന്നുന്നു, അംബാജി അബു റെയിൽവേ സ്റ്റേഷൻ. അതുപോലെയുള്ള പല വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഓർഡറുകൾ ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വാട്ടർ സപ്ലൈ പ്രൊജക്ടുകളാണെങ്കിൽ പോലും ഇപ്പോ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ, ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും വെള്ളം ലഭിക്കാത്ത പല സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഗുജറാത്തിലെ സൗരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളായിരുന്നു. അതൊക്കെ സൗരാഷ്ട്ര ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട് മാറി. ഈ പറയുന്ന ജലം റിവറുകളിൽ നിന്ന് പല കനാലുകൾ വഴിയും പല വാട്ടർ സപ്ലൈ ലിങ്കേജ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നത് വഴിയും കൃഷിസ്ഥലത്ത് എത്തിക്കുകയും അവിടെ കൃഷിയോജ്യമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ പ്രൊജക്ടുകളാണെങ്കിലും റെയിൽവേയുടെ പ്രൊജക്ടുകൾ, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ പാത ഇരട്ടിപ്പിക്കലിനും എല്ലാം ഈ പറയുന്ന വിഷ്ണുപ്രകാശ് ആർ പുംഗ്ലിയ എന്ന് പറയുന്ന കമ്പനി വളരെയധികം 1986 മുതൽ ബിസിനസ്സിലുള്ള കമ്പനിയാണ്. അപ്പോൾ അവർക്കറിയാം ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. പക്ഷേ ചെറിയൊരു കമ്പനിയാണ്. 1986 വന്നാണ്. 3860 കോടി രൂപ മാത്രമാണ് ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയുടെ ക്ലയന്റുകൾ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ, അതുപോലെ തന്നെ ഗുജറാത്ത് വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡ്, മലിനജലം ഒഴുക്കി കഴിയുന്ന ഒരു സിസ്റ്റം, ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പഞ്ചായത്തി രാജ് എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ആസാം അർബൻ വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡ്, ഇൻഡോർ സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI,
വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര ജലവിഭവ വകുപ്പ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ, അതായത് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ. അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ്, അതായത് ആ ഒരു ചരക്ക് ഗതാഗതത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു ഗോൾഡൻ ക്വാഡ്രിലാറ്ററലും ഡയമണ്ട് ക്വാഡ്രിലാറ്ററലും എല്ലാം നമ്മൾ ഓൾറെഡി RVNL വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, രാജസ്ഥാൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്. അപ്പം ഈ ഏകദേശം ഇത്രയുമാണ് ഈ ഒരു കമ്പനിയുടെ ക്ലയന്റെയിൽ അല്ലെങ്കിൽ ക്ലയന്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡറുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റുകളുടെ പല സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ പ്രോജക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു 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 കമ്പനിയാണ് വിഷ്ണുപ്രകാശ് ആർ പുംഗ്ലിയ എന്ന് പറയുന്നത്. ഇവർക്ക് ലഭിച്ചേക്കുന്ന ഓർഡറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഓർഡറുകളൊക്കെ എന്താ പറയുന്നത്, രാജസ്ഥാൻ ഉദയ്പൂർ, രാജസ്ഥാൻ മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോ നിലവിൽ ഈ പറയുന്ന കമ്പനികളുടെ ഓർഡർ ബുക്ക് ഉള്ളത്. അപ്പോ അത് ഒരു ചെറിയൊരു റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു റിസ്ക് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. രാജസ്ഥാൻ, ആസാം, ഹരിയാന, ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, ഈ പ്രദേശങ്ങളാണ്, ഈ ഒരു സംസ്ഥാനങ്ങളാണ് ഈ ഒരു കമ്പനിക്ക് ഇപ്പൊ ഓർഡറുകൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ, ഉദയ്പൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം, അംബാജി അബു റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന റിസ്ക്, ഈ പറയുന്ന VPRPL എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. ഇതിനുള്ള റിസ്ക് ഇതാണ്. ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്, ഈ കമ്പനികളുടെ പോസിറ്റീവ്സ്? ഞാൻ പ്രധാനമായിട്ടും ഈ കമ്പനിയുടെ പോസിറ്റീവായിട്ട് കാണുന്നത് ഇതിന്റെ ചാർട്ട് വൈസ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു മൾട്ടി ബാഗർ ലെവലിലേക്ക് പോകാനുള്ള ഒരു 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 ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹൈടെക് പൈപ്സ് അനലൈസ് ചെയ്തപ്പോഴും നമ്മൾ പോളിസി ബസാർ അനലൈസ് ചെയ്തപ്പോഴും RVNL അനലൈസ് ചെയ്തപ്പോഴും എല്ലാം നമ്മൾ വളരെ ചെറിയ തുകയ്ക്കാണ് ആ ഒരു കമ്പനികൾ നമ്മൾ കണ്ടെത്തുന്നതും അത് പിന്നീട് മൾട്ടി ബാഗർ ആയിട്ട് മാറുന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു കമ്പനിയിലും ആ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. 309 രൂപയാണ് ഞാൻ ശരിക്കും ഈ കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നത്. 255 രൂപയിലാണ് ഞാൻ ഈ കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ ഇപ്പോ 309 രൂപയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 325 ലെവലിന്റെ മുകളിൽ പോവാണ്. നമുക്ക് ചാർട്ട് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 5 ഇയർ CAGR പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു 5 ഇയർ CAGR നോക്കുമ്പോൾ 58.5% ലാസ്റ്റ് 5 ഇയർ CAGR നോക്കുമ്പോൾ നമുക്ക് കാണാം. അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2018 31 കോടി രൂപയായിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 210 കോടി രൂപയാക്കി ഉയർത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ പെർസെന്റേജ് എന്ന് പറയുന്നത് 2018 9% ആയിരുന്നു അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത്. 2024 14% ഉയർന്നിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവാണ്. ഇതിന്റെ കടം ബോറോവിംഗ് എന്ന് പറയുന്നത് 2018 110 കോടി രൂപയായിരുന്നു. 2024 562 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കടമില്ലാണ്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വലിയ കമ്പനി ലാർസൺ ആൻഡ് ടൂബ്രോ പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇതുപോലെ കടം ഉറപ്പായിട്ടും ഉണ്ടാവും കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. ഇനി കമ്പനിയുടെ കയ്യിലുള്ള കാശ് നോക്കുവാണെങ്കിൽ 2018 42 കോടി രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 110 കോടി രൂപ കടം ഉണ്ടായിരുന്നു. 2018 42 കോടി രൂപ കയ്യിൽ കാശായിട്ടുണ്ടായിരുന്നു. 2024 562 കോടി രൂപ കടമുണ്ട്. പക്ഷെ 635 കോടി രൂപ കയ്യിലുണ്ട്, ഫ്രീ ക്യാഷ് ആയിട്ട്. ഓക്കെ, അപ്പൊ അതും വളരെ പോസിറ്റീവ് ആണ്. കടത്തിനേക്കാളും കൂടുതൽ ക്യാഷ് കയ്യിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 67.81%, 2023 2024 67.81%, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പ്രൊമോട്ടേഴ്സിന് ഇതിലുള്ളത്. FISന്റെ കേസിൽ പറയുകയാണെങ്കിൽ കുറച്ച് നെഗറ്റീവാണ്. 2023 4.66% പെർസെന്റേജ് FIS ഇത് ഹോൾഡ് ചെയ്തിരുന്നു. പക്ഷെ 2024 ആയപ്പോൾ 0.10% മാത്രമാണ് FISന് ഇതിൽ ഹോൾഡിംഗ് ഉള്ളത്. DIS ഇതൊരു നെഗറ്റീവാണ്. പക്ഷെ ഇനിയും FIS വന്നുകൂടാന്നില്ല, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി വളരെ ഒരു പ്രോഫിറ്റ് പെർസ്പെക്ടീവിൽ നല്ലൊരു കമ്പനിയാണ്. അതുപോലെ DIS 2023 4.94% DISന്റെ കയ്യിലുണ്ടായിരുന്നു. 2024 ആയപ്പോൾ അത് ഇത്തിരി കുറഞ്ഞ് 4.10% ആയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ 2023 22.59% ആയിരുന്നു. 2024 ആയപ്പോഴേക്കും അത് കുറച്ച് കൂടിയിട്ട് 27.99% ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു 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 അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 2024 തുടക്കത്തിൽ
നമുക്ക് ഒരു വലിയൊരു ഡിപ്പ് വന്നിട്ട് ഒരു 152 ലെവൽ വരെ പോയിട്ട് പിന്നീട് ഒരു അപ് ട്രെൻഡിലാണ് ഈ കമ്പനി ഉള്ളത്. ഒരു 300 ഒരു 25 ലെവലിന് മുകളിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ആകാനും ഇതൊരു മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു 280 260 ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 260 ലെവലിന് താഴെ ഇത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നെഗറ്റീവ് ആണ്. ഈ ഒരു അപ് ട്രെൻഡ് താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. ആ ഒരു 260 ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് ഈ കമ്പനി ഉള്ളത്. 325 മുകളിൽ ഉറപ്പായിട്ടും ഇതൊരു മൾട്ടി ബാഗർ ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇതൊരു എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആയിട്ട് മാത്രം കാണുക. ഇതുപോലെ ചാർട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് പല മൾട്ടി ബാഗേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഡിലേ ആയതിൽ ഒത്തിരി ഒരു ഖേദപ്രകടനം നടത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ കൂടുതൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇനിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉറപ്പായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു 30% നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റണം. വെൽ മാനേജ്ഡ് ആയിട്ടുള്ള, വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആണ് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ്, നല്ല മാനേജേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരിക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു വർഷം എങ്ങനെയായാലും ഒരു മാർക്കറ്റ് ഡൗൺ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 12, 15, 17% എന്തായാലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത മ്യൂച്വൽ ഫണ്ടിൽ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു 35 വയസ്സുള്ള ഒരാൾക്ക് 99 വയസ്സ് വരെ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ലൈഫിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഒരു 1 കോടി രൂപ വരെയൊക്കെ ലഭിക്കാൻ വേണ്ടി ഒരു 10 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 48,000 രൂപ അടച്ചാൽ മാത്രം മതിയാവും. 10 വർഷത്തേക്ക് 48,000 രൂപ. അപ്പോൾ ഓരോ വർഷങ്ങളിൽ 49,000 രൂപ അടയ്ക്കുക. 99 വയസ്സ് വരെ നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഫാമിലിക്ക് 1 കോടി രൂപ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഇതിൽ പ്രീമിയം 5 ഇയേഴ്സ് മാത്രം അടച്ചു കഴിഞ്ഞാൽ പ്രീമിയം കൂടും, 15 ഇയേഴ്സ് അടച്ചാൽ പ്രീമിയം കുറയും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ പിടിപെട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപ വരെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്തു തരാനുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു 34 വയസ്സുള്ള ഒരാള്, ഒരു 33 വയസ്സുള്ള ഭാര്യ, ഒരു കുട്ടി, ഇവർക്ക് ഒരു വർഷത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യപരമായിട്ട് എന്ത് സംഭവിച്ചാലും, പ്രത്യേകിച്ച് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു 15,000 രൂപ 16,000 രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ആരോഗ്യം കവർ ചെയ്യാനുള്ള പോളിസികൾ ICICI, HDFC, ടാറ്റ പോലെയുള്ള എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് പിങ് ചെയ്യുക. നിങ്ങളുടെ ആർക്കൊക്കെയാണോ ഇൻഷുറൻസ് കവർ ചെയ്യേണ്ടത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എനിക്ക് തരിക. നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുക. ഒരിക്കലും ഡോക്ടറിനോടും വക്കീലിനോടും ഇൻഷുറൻസ് അഡ്വൈസറിനോടും ഒരിക്കലും കള്ളം പറയരുത്. അത് നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്ട് ആവാനുള്ള ഒരു കാരണമായേക്കാം. അപ്പോൾ പിന്നീട് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസിലേക്ക് ഈ ഒരു കമ്പനീനെ എത്തിക്കുക, ഈ ഒരു വീഡിയോ എത്തിക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാവുന്ന സപ്പോർട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മണി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് മണി ഓറിയന്റഡ് യൂട്യൂബ് ചാനലായിട്ടല്ല ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലൈക്കും കമന്റും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ആണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പല സ്റ്റോക്കുകൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. 435 രൂപയിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്റ്റോക്കാണ് ജാക്സൺ പാൽ ഫാർമ. അതിപ്പോ 820 രൂപ വരെ പോയിട്ടുണ്ട്. ഒരു മാസം ആയിട്ടില്ല. ഒരു മാസം കൊണ്ട് തന്നെ അത് വളരെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ വലിയൊരു മിസ്സാണ്. ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഗുഡ് ബൈ.